നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഓണം ഹരിതചട്ടങ്ങൾ അനുസരിച്ച് ആഘോഷിച്ചാൽ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി ഇത്തവണത്തെ ഓണം ഹരിത ഓണമായി ആഘോഷിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ച് ഓണാഘോഷങ്ങൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. പൂക്കളങ്ങൾക്കും കൊടിതോരണങ്ങൾക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇലകൾ, പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ ഒഴിവാക്കണം. വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെ ആരും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളോ കപ്പുകളോ ആഹാര പദാർത്ഥങ്ങൾ നൽകാനായി ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. മഹാബലി വൃത്തിയുടെ ചക്രവർത്തി എന്ന ആശയത്തിൽ ഊന്നിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റിലെ 3ാമത്തെ ശനിയാഴ്ച സംസ്ഥാനത്തുടനീളം ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജനകീയ യജ്ഞത്തിൽ വിവിധ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ സഹകരിക്കും. ഹരിത ചട്ടങ്ങൾ പാലിച്ച് ഓണാഘോഷം നടത്തുന്ന സർക്കാർ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, കലാ കായിക ക്ലബ്ബുകൾ എന്നിവയ്ക്ക് തദ്ദേശാടിസ്ഥാനത്തിൽ പുരസ്കാരം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. മികച്ച ക്ലബ്ബുകൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ നേതൃത്വം നൽകുന്ന സമിതിയുടെ ശുപാർശ പ്രകാരം ഹരിത സർട്ടിഫിക്കറ്റും നൽകും. കൂടാതെ ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിനും നഗരസഭയ്ക്കും പ്രത്യേക പുരസ്കാരവും നൽകും.